മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ നിരവധി തവണ പരാമർശിക്കപ്പെടുന്ന ഈജിപ്തിലെ ഫറവോമാരെക്കുറിച്ച് നമുക്കിപ്പോൾ വിശകലനം ചെയ്യാം. പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ കാലം മുതൽ, അതായത് BC 2000 മുതൽ ഈശോയുടെ കാലഘട്ടം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരെക്കുറിച്ച് വിവിധ ഘട്ടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഫറവോൻ എന്ന പദം പുരാതന ഈജിപ്ഷ്യൻ പദമായ പെർ ആയിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം മഹത്തായ ഭവനം എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഈജിപ്തിലെ അധികാരത്തിൻ്റെയും സർക്കാരിൻ്റെയും ആസ്ഥാനമായ രാജകൊട്ടാരത്തെയോ രാജകുടുംബത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലക്രമേണ ഈ പദം വൈറ്റ് ഹൗസ് എന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിക്കുന്നത് പോലെ ഈജിപ്ഷ്യൻ രാജാവിനെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചു തുടങ്ങി. ഈജിപ്തുകാർക്ക് ഫറവോൻ അവരുടെ രാജാവും പ്രധാന പുരോഹിതനുമായിരുന്നു. തങ്ങളുടെ ദൈവങ്ങളുടെ ഭൗമിക രൂപമാണ് ഫറവോ എന്ന് അവർ വിശ്വസിച്ചു പോന്നു. ഒരു ദിവ്യ രാജാവ് എന്ന നിലയിൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ദൈവമായും ഭൂമിയിലെ ജീവിച്ചിരിക്കുന്ന ഹോറസായും മരണശേഷം മരണാനന്തര ജീവിതത്തിൻ്റെ നാഥനായ ഒസീറിസാകാൻ നിയുക്തനായ റായുടെ മകനായും അദ്ദേഹം ബഹുമാനിക്കപ്പെട്ടു. ഫറവോൻ യുഗം ഏകദേശം BC 3100 മുതൽ BC 30 വരെ നീളുന്നു. അപ്പർ ലോവർ ഈജിപ്തിനെ ഏകീകരിച്ച നർമർ അഥവാ വെനേസ് രാജാവ് മുതൽ റോമൻ ഭരണത്തിന് തുടക്കം കുറിച്ച ക്ലിയോപാട്ര 7ാമൻ്റെ മരണം വരെയാണത്. അങ്ങനെ ഫറവോമാർ ഏകദേശം 3000 വർഷത്തോളം ഈജിപ്ത് ഭരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നിലനിൽക്കുന്ന നാഗരികതകളിൽ ഒന്നായി നിലകൊണ്ടു. ഏകദേശം BC 2700 മുതൽ 1700 വരെ ഭരിച്ചിരുന്ന ഫറവോമാരുടെ കാലത്ത് നിർമ്മിച്ച പിരമിഡുകൾ അവരെ പ്രസിദ്ധരാക്കി. ഇവ ഫറവോമാരുടെ നിത്യ വിശ്രമ ശവകുടീരങ്ങളും അവരുടെ സ്മാരകങ്ങളുമായി വർത്തിച്ചു. എങ്കിലും ഫറവോമാർ കൂറ്റൻ പിരമിഡുകൾ നിർമ്മിക്കുന്നത് BC 1550 ശേഷം നിർത്തലാക്കി. പകരം രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന ശവകുടീരങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. ഈ മാറ്റത്തിന് കാരണം പിരമിഡുകളിലെ കല്ലറുകൾ കുത്തിക്കവർന്ന് വിലപിടിപ്പുള്ളവ മോഷ്ടിക്കുന്ന കൊള്ളകൾ, പിരമിഡ് നിർമ്മാണത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ, ബാഹ്യമോടിക്ക് പകരം ആന്തരിക ഭക്തിയിലേക്കും ആത്മീയതയിലേക്കുമുണ്ടായ വ്യതിയാനം എന്നിവയാണ്. ഇനി ബൈബിൾ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 9 പ്രധാന ഫറവോമാരെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാം. 1. പൂർവ്വപിതാവായ അബ്രാഹവും ഫറവോയുമായുള്ള കൂടിക്കാഴ്ച. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. കാനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അക്കാലത്ത് അബ്രാം എന്ന് വിളിക്കപ്പെട്ടിരുന്ന അബ്രഹാം തെക്ക് ഈജിപ്തിലേക്ക് പോകുവാൻ നിർബന്ധിതനായി. നൈൽ നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന ഫലഭൂയിഷ്ഠമായ ഒരു ദേശമായിരുന്നു അത്. വരൾച്ചയിലും അവിടെ ഭക്ഷണം ലഭ്യമായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ഈജിപ്തും തമ്മിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ സമ്പർക്കമായിരുന്നു ഈ യാത്ര. അബ്രഹാം ഈജിപ്തിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു അപകട സാധ്യത തിരിച്ചറിഞ്ഞു. തൻ്റെ ഭാര്യ സാറായി അസാധാരണവിധം സുന്ദരിയായതിനാൽ ഈജിപ്തുകാർ തന്നെ വധിച്ച് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് അവളെ കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അക്കാലത്തെ പ്രാദേശിക നടപടി അനുസരിച്ച് ഫറവോനെപ്പോലെ ശക്തരായ ഭരണാധികാരികൾക്ക് അവിവാഹിതനായ സ്ത്രീകളെ അവരുടെ കൊട്ടാരങ്ങളിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതിനാൽ തൻ്റെ ജീവന് ഭീഷണി തോന്നിയ അബ്രാം സാറായിയോട് അവൾ തൻ്റെ സഹോദരിയാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ. അതൊരു അർത്ഥസത്യമായിരുന്നു. കാരണം അവൾ അബ്രാമിൻ്റെ അർത്ഥ സഹോദരിയായിരുന്നു. ഉൽപ്പത്തി 20:12. അതിജീവനത്തിൽ വേരൂന്നിയ ഒരു മുൻകരുതലായിരുന്നു അത്. അബ്രാമും സാറായിയും ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ ഫറവോൻ്റെ കൊട്ടാരവാസികൾ അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുകയും അവരുടെ രാജാവിനോട് അവളെ പ്രശംസിച്ച് പറയുകയും ചെയ്തു. ഫറവോൻ സാറായിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് വേണ്ടി അദ്ദേഹം അബ്രാമിനോട് ഔദാര്യപൂർവ്വം പെരുമാറിക്കൊണ്ട് ആടുകൾ, കാളകൾ, കഴുതകൾ, ദാസന്മാർ, ഒട്ടകങ്ങൾ എന്നിവ നൽകി. ഉൽപ്പത്തി 12-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ. അബ്രാം സാറായിയുടെ സഹോദരനും സംരക്ഷകനുമാണെന്ന് അനുമാനിച്ചുകൊണ്ടുള്ള ഈ പ്രവൃത്തി പുരാതന രാജകീയ ഔദാര്യത്തെ പ്രതിഫലിപ്പിച്ചു. എങ്കിലും ദൈവം തൻ്റെ ഉടമ്പടി വാഗ്ദാനം സംരക്ഷിക്കുവാൻ ഇടപെട്ടു. സാറായെ അന്യായമായി സ്വന്തമാക്കിയതിനാൽ കർത്താവ് ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും മഹാമാരികളിൽ പീഡിപ്പിച്ചു. ഉൽപ്പത്തി 12-ാം അധ്യായം 17-ാം വാക്യം. മനഃപൂർവ്വമല്ലെങ്കിലും ദൈവിക കൽപ്പന ലംഘിച്ചുവെന്ന് മനസ്സിലാക്കിയ ഫറവോൻ സാറായി തൻ്റെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്താത്തതിന് അബ്രാമിനെ വിളിച്ചു വരുത്തി ശാസിച്ചു.
വിനയത്തിൻ്റെയും ഭക്തിയുടെയും ശ്രദ്ധേയ പ്രവൃത്തിയായി ഫറവോൻ സാറായിയെ ഒരു ദോഷവും കൂടാതെ തിരിച്ചു കൊടുത്തു. അബ്രാമിന് സാറായിയെ പ്രതി മുമ്പ് നൽകിയ സമ്മാനങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അങ്ങനെ അബ്രാമിനെ ശിക്ഷിക്കുന്നതിന് പകരം ഫറവോൻ അബ്രാമിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെ ഭയപ്പെട്ടും അവൻ്റെ നീതിയെ അംഗീകരിച്ചും ദൈവത്തോട് ആഴമായ ബഹുമാനം കാണിച്ചു. ആത്മീയമായ ഈ സംഭവം ദൈവത്തിൻ്റെ സംരക്ഷണവും വിശ്വസ്തതയുമാണ് പ്രകടമാക്കുന്നത്. ദൈവം അബ്രാമിനെയും സാറായിയെയും നാശത്തിൽ നിന്ന് സംരക്ഷിച്ചു. ശക്തനായ ഫറവോൻ പോലും സർവശക്തൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്നതും ദൈവത്തിൻ്റെ ശക്തി എല്ലാ ഭൗമിക അധികാരത്തെയും മറികടക്കുന്നതും നമുക്കിവിടെ കാണാം. രണ്ടാമത്തത് ജോസഫിൻ്റെ കാലത്തെ ഫറവോൻ. ഉൽപ്പത്തി പുസ്തകം 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ഈ ജോസഫിൻ്റെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും കാരാഗൃഹവാസത്തിൽ നിന്നും അധികാരത്തിലേക്കുണ്ടായ ഉയർച്ചയുടെ വിവരണം ദൈവിക പരിപാലനയും മനുഷ്യ വിശ്വസ്തതയും തമ്മിലുള്ള പരസ്പര ബന്ധം വെളിപ്പെടുത്തുന്നു. സഹോദരന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും അടിമത്തത്തിലേക്ക് വിൽക്കപ്പെടുകയും ചെയ്ത യോസഫിൻ്റെ ജീവിതം അവ്യക്തതയിലേക്ക് വിധിക്കപ്പെട്ടതായിരുന്നു. എങ്കിലും കഷ്ടപ്പാടുകൾ, സത്യസന്ധത, ദൈവത്തിലുള്ള വിശ്വാസം എന്നിവയിലൂടെ ഒരു തടവറയുടെ ആഴത്തിൽ നിന്ന് രാജകീയ അധികാരത്തിൻ്റെ ഉന്നതിയിലേക്ക് ദൈവം അവനെ ഉയർത്തി. ഈജിപ്തിലെ ഫറവോനുമായുള്ള അവൻ്റെ കൂടിക്കാഴ്ച രക്ഷാചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി. കൊഴുത്ത 7 പശുക്കളെയും 7 നേർത്ത കതിരുകൾ കൊഴുത്ത 7 കതിരുകളെയും വിഴുങ്ങുന്നത് ഫറവോൻ സ്വപ്നത്തിൽ കണ്ടു. അത് അയാളെ അസ്വസ്ഥനാക്കി. അവയെ വ്യാഖ്യാനിക്കാൻ ഈജിപ്തിലെ പുരോഹിതന്മാർക്കോ മന്ത്രവാദികൾക്കോ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് സ്വപ്നവ്യാഖ്യാന കഴിവുണ്ടെന്ന് തെളിയിച്ച ഹെബ്രായ അടിമയായ യോസഫിനെ ഫറവോയുടെ മുമ്പാകെ കൊണ്ടുവന്നത്. അതിനാൽ ഫറവോയുടെ സിംഹാസനത്തിന് മുന്നിൽ എളിമയോടെ നിന്നുകൊണ്ട് ജോസഫ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ദൈവം ഫറവോയോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 41:25 വാക്യം. സ്വപ്നങ്ങൾ 7 വർഷത്തെ സമൃദ്ധിയെയും തുടർന്ന് 7 വർഷത്തെ കടുത്ത ക്ഷാമത്തെയും വെളിപ്പെടുത്തുന്നുവെന്നും അതിനാൽ ഈജിപ്തിൻ്റെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഫറവോൻ ഒരു ജ്ഞാനിയെ നിയമിക്കണമെന്നും ജോസഫ് അഭിപ്രായപ്പെട്ടു. ജോസഫിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഫറവോൻ തിരിച്ചറിഞ്ഞു. അയാൾ പ്രഖ്യാപിച്ചു, ദൈവം ഈ കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. ഉൽപ്പത്തി 41:39 വാക്യം. ദിവ്യ ഉൾക്കാഴ്ചയാൽ പ്രേരിതനായി ഫറവോൻ ജോസഫിനെ തടവുകാരിൽ നിന്ന് വിസിയർ അഥവാ പ്രധാനമന്ത്രിയായി ഉയർത്തി. ഈജിപ്തിൽ താൻ കഴിഞ്ഞാൽ അധികാരിയായി ഉയർത്തിയ ജോസഫിനെ ഫറവോ തൻ്റെ മുദ്രമോതിരം അണിയിച്ചു. കൂടാതെ അധികാരത്തിൻ്റെയും രാജകീയ പദവിയുടെയും പ്രതീകങ്ങളായ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ഒരു ഔദ്യോഗിക രഥം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഫറവോൻ അദ്ദേഹത്തിന് ദൈവം സംസാരിക്കുന്നു, ജീവിക്കുന്നു എന്നർത്ഥമുള്ള സാഫെനത്ത് പനേഹ് എന്ന ഈജിപ്ഷ്യൻ നാമം നൽകി ആദരിച്ചു. ഓരിലെ പുരോഹിതൻ്റെ മകളായ ആസ്ത്രത്തിനെ ഭാര്യയായി നൽകി. ഈ ഔദാര്യ പ്രവൃത്തികൾ ഈജിപ്ഷ്യൻ രാജകീയ ആചാരത്തെ പ്രതിഫലിപ്പിച്ചു. അവ ജ്ഞാനികളും വിശ്വസ്തരും ദൈവാനുഗ്രഹം ഉള്ളവർക്കും നൽകുന്ന വലിയ ബഹുമതിയായിരുന്നു. പ്രവചിക്കപ്പെട്ട ക്ഷാമമുണ്ടായപ്പോൾ ജോസഫിൻ്റെ ഭരണത്തിൻ കീഴിൽ ഈജിപ്ത് സുരക്ഷിതമായി നിലകൊണ്ടു. ജോസഫിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച ഫറവോൻ രാഷ്ട്രത്തിൻ്റെ അതിജീവനം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കനാൻ ഉൾപ്പെടെ ചുറ്റുമുള്ള ദേശങ്ങൾ പട്ടിണിയിലായി. എന്നാൽ ഈജിപ്ത് അക്കാലത്തെ വിശപ്പിൻ്റെ ലോകത്ത് അപ്പത്തിൻ്റെ ഒരു ദേശവും അനേകരുടെ അഭയ കേന്ദ്രവുമായി. പട്ടിണി മാറ്റാൻ അഭയം തേടി വന്നവരിൽ ജോസഫിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവിടുത്തെ അധികാരി തങ്ങളുടെ സഹോദരനാണെന്ന് അറിയാതെ അവർ അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു. അങ്ങനെ ജോസഫിന് മുമ്പുണ്ടായ സ്വപ്നങ്ങൾ നിറവേറി. ജോസഫിനെ പ്രതി യാക്കോബിൻ്റെ കുടുംബത്തോട് കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഫറവോൻ യാക്കോബിനെയും കുടുംബത്തെയും സമൃദ്ധിയുടെ നാടായ ഈജിപ്തിൽ കുടിയേറുവാൻ സാധ്യതമരുളി. 70 പേരടങ്ങിയ അവർക്ക് നൈൽ നദീതീരത്തെ ഫലഭൂയിഷ്ടമായ ഗോഷൻ എന്ന ദേശം നൽകി. ഉൽപ്പത്തി 47:5-6 വാക്യങ്ങൾ. ആദിത്യ മര്യാദയുടെ ഈ പ്രവൃത്തി ഫറവോൻ്റെ സൽസ്വഭാവത്തെയും ആവശ്യ സമയങ്ങളിൽ പരദേശികൾക്ക് അഭയം നൽകണമെന്ന ബൈബിൾ പ്രമേയത്തെയും പ്രാവർത്തികമാക്കുന്നതായിരുന്നു. ചരിത്രപരമായി ഈ ഫറവോനെ 12ാം രാജവംശത്തിലെ ഏകദേശം BC 1830 മുതൽ 1790 കാലഘട്ടത്തിലെ അമൻഹേമാത്ത് മൂന്നാമൻ ആണെന്ന് കണക്കാക്കുന്നു. സ്വയം ദൈവങ്ങളായി കണ്ട ഫറവോമാരിൽ നിന്ന് വ്യത്യസ്തനായി ദൈവിക വെളിപ്പെടുത്തലിനോടുള്ള തൻ്റെ വിനയവും ഉദാര മനസ്സും മൂലം
അസാധാരണമായ സ്വഭാവ വിശേഷങ്ങളുള്ള ഈ ഫറവോൻ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നു. മൂന്നാമത്തേത്, ഇസ്രായേലിനെ അടിമകളാക്കി പീഡിപ്പിച്ച ഫറവോൻ. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 22 വരെ വാക്യങ്ങൾ. ഇസ്രായേൽ ചരിത്രത്തിലെ ദാരുണമായ ഒരു വഴിത്തിരിവോടെയാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്. യാക്കോബിൻ്റെ കുടുംബം ഈജിപ്തിൽ കുടിയേറി പാർത്തിട്ട് 430 വർഷം പിന്നിട്ടപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന ഫറവോന്മാർ ഇല്ലാതായി. യാക്കോബിൻ്റെ പിൻഗാമികളെ ആദരണീയരായ അതിഥികളായിട്ടല്ല, മറിച്ച് രാഷ്ട്രീയ ഭീഷണിയായി കാണുന്ന ഒരു പുതിയ രാജവംശം ഉയർന്നു വന്നു. ജോസഫിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പുതിയ രാജാവാണ് അപ്പോൾ ഈജിപ്തിൽ അധികാരത്തിൽ വന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. കാലക്രമേണ ഗോഷൻ ദേശത്ത് ഇസ്രായേലിൽ എണ്ണത്തിൽ പെരുകി സമ്പന്നരായത് ആ ഫറവോനിൽ ഭീതി ഉണർത്തി. ജോസഫിൻ്റെ സംഭാവനകളെ ഓർക്കുകയോ അവരിലൂടെ ഈജിപ്തിലെ അനുഗ്രഹിച്ച ദൈവത്തെ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഈ ഫറവോ ഇസ്രായേലിനെ അടിമകളാക്കി പീഡിപ്പിച്ചു. അവരെ നിർബന്ധിത തൊഴിലാളികളുടെ ഒരു ജനതയാക്കി മാറ്റി. അടിമപ്പണിയിലൂടെ അവരെ കൊണ്ട് പീത്തോം, റാംസസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. പുറപ്പാട് 1:11. അത്തരം ക്രൂരത മാത്രമല്ല, വംശവർദ്ധന തടയാൻ ശിശുഹത്യയും ഈ ഫറവോ ഇസ്രായേലിൽ അടിച്ചേൽപ്പിച്ചു. ആ ഭരണം ഇസ്രായേലിൻ്റെ മോചനത്തിനായുള്ള നീണ്ട നിലവിളിക്ക് കാരണമായി. ദൈവം മോശയിലൂടെ അതിന് പിന്നീട് പരിഹാരമുണ്ടാക്കി. ഈജിപ്തിലെ പുതിയ രാജ്യകാലഘട്ടത്തിൽ 19-ാം രാജവംശത്തിൻ്റെ ഭരണാധികാരികളായിരുന്ന സേത്തി ഒന്നാമൻ BC 1290 മുതൽ 1279 വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ റാംസസ് രണ്ടാമൻ BC 279 മുതൽ 1213 വരെ ആയിരുന്നു ആ ഫറവോ എന്നാണ് പണ്ഡിതന്മാർ കരുതുന്നത്. സൈനിക വികാസം, വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വമ്പിച്ച ഭരണ നിയന്ത്രണം എന്നിവ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഫറവോമാർ ക്ഷേത്രങ്ങൾ, നഗരങ്ങൾ, രാജകീയ ശവകുടീരങ്ങൾ എന്നിവ ഉൾപ്പെടെ അവരുടെ ഭരണത്തെ മഹത്വപ്പെടുത്തുന്നതിനായി വിശാലമായ നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെട്ടിരുന്നു. പീത്തോം, റാംസസ് നഗരങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഈ രാജവംശം കിഴക്കൻ നൈൽ ഡെൽറ്റ മേഖലകളിൽ നിർമ്മിച്ച പട്ടണങ്ങളെക്കുറിച്ചുള്ള പുരാവസ്തു ഗവേഷണവുമായി യോജിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഫറവോനെ ക്രമം, സത്യം, പ്രപഞ്ച സന്തുലിതാവസ്ഥ തുടങ്ങിയവ പരിപാലിക്കുന്ന ദൈവങ്ങളുടെ ഭൗമിക രൂപമായി കണക്കാക്കിയിരുന്നു. ദേശീയ സ്ഥിരത നിലനിർത്തുവാൻ, സാമ്രാജ്യത്തിന് അപകടകരമായി കരുതപ്പെടുന്ന ഏത് ഭീഷണിയെയും അടിച്ചമർത്തുവാൻ ഫറവോമാർ ശ്രമിച്ചു. എണ്ണത്തിലും ശക്തിയിലും വളർന്നു വന്നിരുന്ന ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ ശത്രുക്കളായി സഖ്യമുണ്ടാക്കാൻ സാധ്യതയുള്ള പുറം ലോകക്കാരായി വീക്ഷിച്ചു. അങ്ങനെ അവരെ അടിമകളാക്കാനുള്ള ഫറവോൻ്റെ തീരുമാനം ഒരു രാഷ്ട്രീയ തന്ത്രവും ഒരിക്കൽ ജോസഫിലൂടെ ഈജിപ്തിനെ അനുഗ്രഹിച്ച ദൈവത്തെ നിഷേധിച്ചുള്ള മതപരമായ വൈകല്യത്തിൻ്റെ പ്രതിഫലനവുമായിരുന്നു. അങ്ങനെ ഫറവോ താൻ അടിമകളാക്കി തരം താഴ്ത്തിയ ഇസ്രായേലിയുടെ മേൽ നിർബന്ധിത തൊഴിൽ അടിച്ചേൽപ്പിച്ചു. അവരെ വലിയ സംഭരണശാലകളും ഭരണകേന്ദ്രങ്ങൾ നിർമ്മിക്കുവാൻ നിർബന്ധിച്ചു. അത്തരം അടിമത്തം പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുന്നതിനും കീഴ്പ്പെടുത്തിയ ജനങ്ങളെ അപമാനിക്കുന്നതിനുമായിരുന്നു. കഠിനാധ്വാനം അടിച്ചേൽപ്പിച്ചെങ്കിലും അതുവഴി ഇസ്രായേലിയരുടെ ജനസംഖ്യയെ കുറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനിക്കുമ്പോൾ തന്നെ എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാൻ ഹെബ്രായ സൂതികർമ്മിണികളായ ഷിഫ്ര, പൂവ എന്നിവരോട് കൽപ്പിച്ചുകൊണ്ട് ഫറവോൻ തൻ്റെ അടിച്ചമർത്തൽ വർദ്ധിപ്പിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ശിശുഹത്യ ഈജിപ്തിലെ ഒരു സാധാരണ ആചാരമായിരുന്നില്ല, മറിച്ച് ഫറവോൻ്റെ ആധിപത്യം നഷ്ടപ്പെടുമോ എന്ന ഭയത്തെയും ക്രൂരതയെയും അത് പ്രതിഫലിപ്പിച്ചു. സ്വച്ഛാധിപത്യത്തിനിടയിലും ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. പുറപ്പാടിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം. അവരുടെ ധൈര്യത്തിലൂടെ ദൈവത്തിൻ്റെ കരുതൽ പ്രകടമായി. മനുഷ്യ നിയമത്തിന് മുകളിലുള്ള ധാർമ്മിക മനസ്സാക്ഷിയെ അവരുടെ ധീരപ്രവൃത്തി പ്രകടമാക്കുന്നു. ദൈവം നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കുകയും പ്രതിസമ്മാനമായി സൂതികർമ്മിണികളുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഫറവോൻ്റെ ക്രൂരതയെ ഇസ്രായേലിൻ്റെ വിമോചനത്തിലേക്കുള്ള ആദ്യപടിയാക്കി ദൈവം മാറ്റി. അഹങ്കാരത്തിൻ്റെയും അനീതിയുടെയും ആത്മീയ അന്ധതയുടെയും കാലാതീത പ്രതീകമായി അടിച്ചമർത്തലിൻ്റെ ആ ഫറവോൻ നിലകൊള്ളുന്നു. ദൈവകൃപയാൽ ഉണ്ടായ നീതിമാന്മാരുടെ പേരുകൾ അവനെ ഭയപ്പെടുത്തുകയും സ്വച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തെങ്കിലും അവൻ്റെ ക്രൂരത ദൈവം തൻ്റെ ശക്തിയും കരുണയും വെളിപ്പെടുത്തുന്നതിനുള്ള മാർഗമാക്കി മാറ്റി. ദൈവജനത്തെ അടിച്ചമർത്തുവാൻ ഫറവോൻ എത്രത്തോളം ശ്രമിച്ചോ
അത്രത്തോളം ദൈവത്തിൻ്റെ പദ്ധതി ശക്തി പ്രാപിച്ചു. കഷ്ടപ്പാടിൻ്റെ ചൂളയിൽ നിന്ന് നേതാവായ മോശയും വിമോചനത്തിൻ്റെ അത്ഭുതങ്ങളും ഉയർന്നു വന്നു. അങ്ങനെ അടിച്ചമർത്തലിൻ്റെ ഒരു യുഗമായി ആരംഭിച്ചത് വീണ്ടെടുക്കപ്പെട്ട ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിൻ്റെ രൂപാന്തരീകരണത്തിന് നിമിത്തമായി. ഒരു മനുഷ്യശക്തിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ കെടുത്തിക്കളയുവാൻ കഴിയില്ലെന്നും തന്നിൽ ആശ്രയിക്കുന്നവരെ ദിവ്യനീതി എപ്പോഴും സംരക്ഷിക്കുമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേത് പുറപ്പാട് ഘട്ടത്തിലെ ഫറവോൻ. പുറപ്പാടിൻ്റെ പുസ്തകം 5 മുതൽ 14 വരെ അധ്യായങ്ങൾ. പുറപ്പാട് ഘട്ടത്തിലെ ഫറവോൻ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഉന്നതിയെയും ദൈവത്തിൻ്റെ പരമാധികാര ഇച്ഛയെ ചെറുക്കുന്നതിൻ്റെ നിരർത്ഥകതയെയും വ്യക്തമാക്കുന്നു. ദൈവം അയച്ച മോശ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാവശ്യപ്പെട്ടപ്പോൾ ഫറവോൻ അഹങ്കാരത്തോടെയും അവിശ്വാസത്തോടെയും പ്രതികരിച്ചു. ആരാണ് ഈ കർത്താവ്? അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല. പുറപ്പാടിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യം. ഈ ധിക്കാരം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നാടകീയ ഏറ്റുമുട്ടലുകളിൽ ഒന്നിന് കളമൊരുക്കി. പരമോന്നത ദൈവവും സ്വയം പ്രഖ്യാപിത ദൈവരാജാവും തമ്മിലുള്ള മത്സരമായിരുന്നു അത്. ഓരോ ദിവ്യ അടയാളത്തിലും ഫറവോൻ്റെ ഹൃദയം കൂടുതൽ കഠിനമാകുകയും സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ഈജിപ്തിനെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവൻ്റെ ശാഠ്യത്തിലൂടെ ദൈവം തൻ്റെ ശക്തി, നീതി, കരുണ എന്നിവ വെളിപ്പെടുത്തി. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും തൻ്റെ നിയമപ്രകാരം തൻ്റെ ഉടമ്പടി ജനതയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സ്ഥാപിക്കുകയും ചെയ്തു. പുറപ്പാടിലെ ഫറവോയെ പരമ്പരാഗതമായി BC 1279 മുതൽ 1213 വരെ ഈജിപ്തിനെ ഭരിച്ച റാമേസസ് രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി BC 1213 മുതൽ 1203 വരെ ഭരിച്ച മെർനെപ്റ്റ് എന്ന് കണക്കാക്കുന്നു. ഇത് മഹത്തായ നേട്ടങ്ങളുടെയും സൈനിക ശക്തിയുടെയും സാമ്രാജ്യത്വ ശക്തിയുടെയും യുഗമായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഫറവോമാരെ രാജാവും മഹാപുരോഹിതരുമായും സമ്പൂർണ്ണ അധികാരം കൈവശം വെച്ച സൂര്യദേവനായ റായുടെ ദിവ്യപുത്രന്മാരുമായി കണക്കാക്കിയിരുന്നു. അവരുടെ വാക്ക് നിയമവും അവരുടെ പ്രതിച്ഛായ സാമ്രാജ്യത്തിൽ ഉടനീളം ആരാധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അടിമകളായ ഒരു ജനതയുടെ ദൈവത്തിന് കീഴടങ്ങുക അത്തരമൊരു ഭരണാധികാരിക്ക് അചിന്തനീയമായിരുന്നു. അങ്ങനെ ഇസ്രായേൽക്കാരെ വിട്ടയക്കുവാൻ ഫറവോ വിസമ്മതിച്ചതിന് രാഷ്ട്രീയ ശാഠ്യത്തെ മാത്രമല്ല, ഒരു അന്യദൈവത്തിനും തൻ്റെ ശക്തിയെ വെല്ലുവിളിക്കുവാൻ കഴിയില്ലെന്ന ആഴത്തിൽ വേരൂന്നിയ മതപരമായ ബോധ്യത്തെയും പ്രതിഫലിപ്പിച്ചു. മോശ ആദ്യമായി ഇസ്രായേലിയർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചപ്പോൾ ഫറവോ അവരുടെ അധ്വാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പുറപ്പാട് 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവർ അലസരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന് വെടിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത് എന്ന ഫറവോയുടെ പ്രതികരണം അഹങ്കാരവും അനീതിയാലും അന്ധനായ ഒരു ഭരണാധികാരിയെ കാണിക്കുന്നു. തുടർന്ന് ദൈവം 10 ബാധകളുടെ ഒരു പരമ്പര ആരംഭിച്ചു. ഓരോന്നും ഈജിപ്തിലെ ദേവീദേവന്മാരെയും പ്രകൃതി ശക്തികളെയും നേരിട്ട് തോൽപ്പിച്ച് സത്യദൈവത്തിൻ്റെ മുമ്പാകെ അവരെ ശക്തിയില്ലാത്തവരായി തുറന്നു കാട്ടി. ഈജിപ്തിലെ ജീവിതത്തിനും ആരാധനയ്ക്കും നിമിത്തമായിരുന്ന നൈൽ നദി രക്തമായി മാറി. സൂര്യദേവനായ റാ അന്ധകാരത്തിൻ്റെ ബാധയാൽ ഇരുണ്ടുപോയി. ആദ്യജാതൻ്റെ മരണം ഫറവോൻ്റെ ദിവ്യവംശ പരമ്പരയുടെയും നവ്യ രാജ്യത്വത്തിനായുള്ള അവൻ്റെ അവകാശവാദത്തിൻ്റെയും കാതലിനെ തന്നെ ബാധിച്ചു. ഓരോ ബാധയ്ക്കും മുമ്പും മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ്റെ സ്വതന്ത്ര ഇച്ഛയ്ക്കും ദിവ്യവിധിക്കും ഇടയിലുള്ള ഒരു നിഗൂഢ ഇടപെടലായിരുന്നു അത്. ഹെബ്രായ ചിന്തയിൽ കഠിന ഹൃദയം, ആത്മീയ അന്ധത, അഹങ്കാരം, ധാർമ്മിക തളർച്ച എന്നിവയെ സൂചിപ്പിക്കുന്നു. ഫറവോനെ ആവർത്തിച്ചുള്ള വിസമ്മതങ്ങൾ കേവലം രാഷ്ട്രീയ ധിക്കാരത്തിൻ്റെ പ്രവൃത്തികളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും കരുണയും തിരസ്കരിച്ച ആത്മീയ യുദ്ധമായിരുന്നു. ഫറവോയുടെ ആദ്യജാതൻ്റെ മരണശേഷം ഇസ്രായേലിനെ മോചിപ്പിച്ചെങ്കിലും ഫറവോ ധിക്കാര പ്രവൃത്തി തുടർന്നു. കോപത്തിലും അഹങ്കാരത്തിലും അതിമറന്നയാൽ ദൈവ നടപടിക്കെതിരെ നടപടിയുമായി ഇസ്രായേലിനെ ചെങ്കടലിലേക്ക് പിന്തുടർന്നു. അവിടെ ദൈവിക ഇടപെടൽ മൂലം കടൽ അത്ഭുതകരമായി ദൈവജനത്തിനായി പിളർന്നു മാറി. അവർ കടലിന് മധ്യേ ഉണങ്ങിയ നിലത്തുകൂടി സുരക്ഷിതമായി മറുകര കടന്നു. അതേസമയം ഫറവോനും അവൻ്റെ ശക്തമായ സൈന്യവും അവരെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേലിയർ മറുകരയിൽ എത്തിയപ്പോൾ മോശ വീണ്ടും കൈനീട്ടി വെള്ളം ഫറവോനെയും അവൻ്റെ രഥങ്ങളെയും കുതിര പടയാളികളെയും വിഴുങ്ങിക്കളഞ്ഞു. ദൈവികനാണെന്ന് താനെന്ന് അവകാശപ്പെട്ട അഹങ്കാരിയായ രാജാവ്
തിരമാലകൾക്ക് കീഴിൽ ദാരുണമായ അന്ത്യം നേരിട്ടു. ഒരു കാലത്ത് ഈജിപ്തിലെ ജീവൻ്റെ ഉറവിടമായിരുന്ന കടൽ അവരുടെ അഹങ്കാരത്തിൻ്റെ ശവകുടീരമായി മാറി. തുടർന്നുള്ള ശാന്തതയിൽ ഇസ്രായേൽ കർത്താവിൻ്റെ ശക്തി കാണുകയും സന്തോഷത്തോടെ മോശയുടെ ഗീതം ആലപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. പുറപ്പാട് 15-ാം അധ്യായം 2-ാം വാക്യം. യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഗാനമാണ് അത്. പെസഹായും ചെങ്കടൽ കടക്കലും ക്രിസ്തുവിനോട് പിന്നീടുണ്ടായ വിമോചനത്തിൻ്റെ മുന്നോടിയായി മാറി. ഇസ്രായേലിൻ്റെ ആദ്യജാതരെ രക്ഷിച്ച കുഞ്ഞാടുകളുടെ രക്തം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കുന്ന യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തത്തെ മുൻനിഴലാക്കുന്നു. ചെങ്കടൽ കടക്കൽ മാമോദീസായെ പ്രതീകപ്പെടുത്തുന്നു. അവിടെ വിശ്വാസികൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്ന് പാപത്തിൻ്റെ അടിമത്തം ഉപേക്ഷിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവജനത്തെ അടിമകളാക്കാൻ ശ്രമിച്ച ഫറവോൻ ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിലൂടെ പരാജയപ്പെടുത്തിയ സാത്താൻ്റെ പരാജിത ശക്തിയുടെ പ്രതിച്ഛായയായി മാറി. 5. സോളമൻ രാജാവിൻ്റെ കാലത്തെ ഫറവോൻ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 1-ാം വാക്യം, 9-ാം അധ്യായം 16-ാം വാക്യം. BC 10-ാം നൂറ്റാണ്ടിൽ സോളമൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തും ഇസ്രായേലും സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിൻ്റെ അപൂർവ കാലഘട്ടമായിരുന്നു. അക്കാലത്തെ ഫറവോൻ തൻ്റെ മകളെ സോളമന് വിവാഹം ചെയ്തു കൊടുത്തു. അത് ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര നില ശക്തിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്ര സഖ്യ രൂപപ്പെടുത്തലായി. 1 രാജാക്കന്മാർ 3:1 ഇത് രേഖപ്പെടുത്തുന്നു. ഈ ഫറവോൻ ഗേസർ എന്ന കാനാന്യ നഗരം പിടിച്ചടക്കി അത് തൻ്റെ മകൾക്ക് സ്ത്രീധനമായി നൽകി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം. ചരിത്രപരമായി ഈ ഫറവോനെ പലപ്പോഴും 21-ാം രാജവംശത്തിലെ സിയാമുൻ എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഏകദേശം BC 978 മുതൽ 959 വരെ. രാജകീയ വിവാഹങ്ങൾ സഖ്യങ്ങൾ ഉറപ്പിക്കുന്ന പുരാതന നയതന്ത്ര ശൈലിയായിരുന്നു. ഈ ബന്ധം സോളമൻ്റെ കൊട്ടാരത്തിന് പ്രശസ്തി നേടിക്കൊടുത്തെങ്കിലും പിന്നീട് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. രാഷ്ട്രീയ വിട്ടുവീഴ്ച ആത്മീയ വിശ്വസതയെ എങ്ങനെ അപകടത്തിലാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. 6 ഫറവോൻ ഷീഷാക്ക്. പുറപ്പാടിന് ശേഷം ബൈബിളിൽ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരി ആയിരുന്നു ഫറവോൻ ഷീഷാക്ക്. രാജാവായ സോളമൻ്റെ മകൻ റഹോബോവാമിൻ്റെ 5-ാം വർഷം ഷീഷാക്ക് യൂദയായെ ആക്രമിക്കുകയും ജെറൂസലം ദേവാലയം കൊള്ളയടിക്കുകയും സോളമൻ ദൈവത്തിന് സമർപ്പിച്ച നിധികൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം 25-26 വാക്യങ്ങൾ. തൻ്റെ നിയമം ഉപേക്ഷിച്ചതിന് യൂദയായെ ഇകഴ്ത്തുമെന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ആക്രമണം നിറവേറ്റി. 7 ഫറവോ നെക്കോ രണ്ടാമൻ. BC 610 മുതൽ 595 കാലഘട്ടത്തിലെ 26-ാം രാജവംശത്തിൽ ഈജിപ്ത് ഭരിച്ച ഫറവോ നെക്കോ രണ്ടാമൻ യൂദയ രാജ്യത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ബാബിലോണിനെതിരെ അസീറിയയെ സഹായിക്കുവാൻ തൻ്റെ സൈന്യത്തെ വടക്കോട്ട് നയിക്കുന്നതിനിടയിൽ മെഗിദോയിൽ വെച്ച് യൂദയായുടെ ജോസിയ രാജാവ് അദ്ദേഹത്തെ നേരിട്ടു. അതിൽ ഇടപെടരുതെന്ന ഫറവോ നെക്കോയുടെ മുന്നറിയിപ്പ് അവഗണിച്ച ജോസിയ രാജാവ് കൊല്ലപ്പെട്ടു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം. പിന്നീട് നെക്കോ യൂദയ രാജ്യത്തെ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാക്കി. ജോസിയായുടെ മകനായ യഹോവാഹാസിനെ സ്ഥാനഭ്രഷ്ടനാക്കി യഹോയാക്കീമിനെ ഒരു സമാന്തര രാജാവായി നിയമിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ബൈബിളിൽ അവൻ്റെ പ്രവൃത്തികൾ യൂദയായുടെ പ്രവാസത്തിന് ഒരുക്കുന്നതിൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റി. വിദേശ ഭരണാധികാരികൾക്ക് പോലും ദൈവിക പദ്ധതികൾ നിറവേറ്റുവാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു. 8 ഫറവോ ഹോഫ്ര. ജെറേമിയ 44-ാം അധ്യായം 30-ാം വാക്യം. ഫറവോ നെക്കോ രണ്ടാമൻ്റെ പിൻഗാമിയായി ഫറവോ ഹോഫ്ര അഥവാ ആഫ്രീസ് 26-ാം രാജവംശകാലത്ത് ഈജിപ്ത് ഭരിച്ചു. BC 589 മുതൽ 570 വരെ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം യൂദയ രാജ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലും ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ ആരംഭത്തിലുമായിരുന്നു. യൂദയായിലെ രാജാവായ സെദേക്കിയ ബാബിലോണിലെ നെബൂഖദ്നേസറിനെ എതിർത്തപ്പോൾ അദ്ദേഹം ഈജിപ്തിൻ്റെ സഹായം തേടി. ജെറേമിയ 37-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. ഫറവോൻ ഹോഫ്ര തൻ്റെ സൈന്യത്തെ വടക്കോട്ടയച്ച് സഹായിച്ചു.
ഇത് താൽക്കാലികമായി ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങുവാൻ ബാബിലോണിയക്കാരെ പ്രേരിപ്പിച്ചു. എങ്കിലും ഈജിപ്തിൻ്റെ പിന്തുണ ഹ്രസ്വകാലമായിരുന്നതിനാൽ ബാബിലോണിയക്കാർ താമസിയാതെ തിരിച്ചെത്തി നഗരം നശിപ്പിക്കുകയും BC 586 ജനങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഈ സംഭവം ഇസ്രായേലിന് ഒരു ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായ പാഠമായി മാറി. ദൈവത്തിന് പകരം മനുഷ്യ സംഘങ്ങളിലോ രാഷ്ട്രീയ ശക്തിയിലോ ആശ്രയിക്കുന്നത് ദുരന്തത്തിലേക്ക് നയിക്കൂ. പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ജെറേമിയായും ഹെസേക്കിയേലും യൂദയ ഈജിപ്തിനെ തെറ്റായി ആശ്രയിച്ചതിനെ അപലപിച്ചു. യഥാർത്ഥ സുരക്ഷിതത്വം ഭൗമിക സഖ്യകക്ഷികളിൽ നിന്നല്ല, മറിച്ച് കർത്താവിനോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവർ രാഷ്ട്രത്തെ ഓർമ്മിപ്പിച്ചു. 9, ഈശോയുടെ ശൈശവകാലത്തെ ഫറവോൻ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശു ജനിച്ചപ്പോൾ ഈജിപ്ത് തദ്ദേശീയ ഫറവോമാരുടെ ഭരണത്തിലായിരുന്നില്ല, മറിച്ച് ടോളമി രാജവംശത്തിൻ്റെയും പിന്നീട് റോമൻ നിയന്ത്രണത്തിൻ്റെയും കീഴിലായിരുന്നു. ചരിത്രപരമായി ഈ കാലഘട്ടം ടോളമി 12ാമിൻ്റെ ഭരണകാലവുമായി ഒത്തുപോകുന്നു. ക്ലിയോപാട്ര 7ാമൻ്റെ മരണശേഷം BC 30 ഈജിപ്ത് ഒരു റോമൻ പ്രവിശ്യയായി മാറി. ഹെറോദ് രാജാവിൻ്റെ ശിശുഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജോസഫും മറിയവും ശിശുവായ ഈശോയുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ അവർ വളരെ കാലമായി അഭയസ്ഥാനമെന്നറിയപ്പെടുന്ന ഒരു ദേശത്ത് പ്രവേശിച്ചു. മത്തായി 2:13 മുതൽ 15 വരെ വാക്യങ്ങൾ. ഈ വിപരീത പുറപ്പാടിൽ ഒരിക്കൽ അടിമത്തത്തിൻ്റെ ഭവനമായിരുന്ന ഈജിപ്ത് ലോകരക്ഷകൻ്റെ ഒരു വിശുദ്ധ മന്ദിരമായി മാറി. ഈ സംഭവം ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന പ്രവചനം നിറവേറ്റി. ഹോസേയ 11:1. ഇത് ക്രിസ്തുവിനെ പുതിയ മോശയായി സ്ഥിരീകരിച്ചു. അവൻ മനുഷ്യരാശിയെ ശാരീരിക അടിമത്തത്തിൽ നിന്നല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. ഈ ഫറവോമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങൾ നോക്കാം. 1. ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരം. ഫറവോൻ ഇസ്രായേലിനെ ചെങ്കടലിലേക്ക് ഓടിച്ചുകൊണ്ടുപോയപ്പോൾ ദൈവം തൻ്റെ ജനത്തിനായി വെള്ളം വിഭജിച്ചു. അവരുടെ പീഡകരുടെ മേൽ ന്യായവിധി നടപ്പാക്കി. ഒരു സാമ്രാജ്യത്തിനും ശക്തിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ചെറുക്കാൻ കഴിയില്ല. അവൻ്റെ ദിവ്യഹിതം അവസാനം വിജയിക്കും. 2. താഴ്മ കൃപയെ ക്ഷണിക്കുന്നു. ജോസഫിൻ്റെ കാലത്ത് ഫറവോൻ ജോസഫിൽ ദൈവത്തിൻ്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞ് അവനെ ഈജിപ്തിൻ്റെ മേൽ അധികാരം നൽകി. ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുകയും അവൻ്റെ മാർഗനിർദ്ദേശത്തിന് വഴങ്ങുകയും ചെയ്യുന്നവർ അവൻ്റെ കരുതലിൻ്റെയും മറ്റുള്ളവരിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെയും മാർഗമായി മാറുന്നു. 3. അടിച്ചമർത്തൽ മോചനം ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ അടിമത്തത്തിന് വിലപിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. മോശയെ ഒരു വിമോചകനായി ഉയർത്തി. ദൈവം ഒരിക്കലും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കുന്നില്ല. അവൻ കഷ്ടപ്പാടുകളെ തൻ്റെ ജനത്തിനായുള്ള വീണ്ടെടുപ്പിൻ്റെ തുടക്കമാക്കി മാറ്റുന്നു. 4. അഭയം ദൗത്യമായി മാറുന്നു. ഇസ്രായേലിൻ്റെ അടിമത്തത്താൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് തിരുക്കുടുംബത്തിൻ്റെ സങ്കേതമായി മാറി. ദൈവത്തിൻ്റെ കരുണയിൽ ഒരിക്കൽ വേദനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ രോഗശാന്തിയുടെയും സംരക്ഷണത്തിൻ്റെയും പുതുക്കിയ ദൗത്യത്തിൻ്റെ ഉറവിടങ്ങളായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ രാജാവായ ദൈവമേ, എല്ലാ യുഗങ്ങളിലും നിൻ്റെ കരുതലിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അഹങ്കാരികളെ താഴ്ത്തണമേ. അടിച്ചമർത്തപ്പെട്ടവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ വചനത്തിന് അനുസരണമുള്ളതാക്കണമേ. നീ ഇസ്രായേലിനെ വിടുവിക്കുകയും വിശുദ്ധ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്തതുപോലെ ഇന്ന് നിൻ്റെ സഭയെ കാത്തു സൂക്ഷിക്കുകയും എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ.